പറയണ്ട സാറേ. നായ ആവേണ്ടി വന്നപ്പോ കുറച്ചു. അല്ലാണ്ട് എന്താ വഴി? ഏറ്റവും വലുത് സ്വന്തം ജീവനല്ലേ സാർ? ബാസ്റ്റേഡ്സ്, നിങ്ങളെ കൊണ്ടവർ തക്ബീർ വിളിപ്പിച്ചു. ബ്ലാഡി ഇന്ത്യൻ മുസൽമാൻ. മേസ്റ്റർ മായാൻകുട്ടി, കളക്ടർ തോമസ്, ഡിവൈഎസ്പി എച്ച് ഹാ, ഇവരെ നമ്മൾ വിവരം കൊടുക്കണം. ഏറനാട്ട് തഹസിൽ ബ്ലാഡി ഖിലാഫത്തൊന്നും വേണ്ട. ജീവൻ പോയിട്ട് പണി ചെയ്യാൻ ഇവിടെ ആരെയും കിട്ടില്ല സാർ. തലയില്ലാതെ ഈ ബോഡി മാത്രം SI കസേര ഇരുന്നിട്ട് എന്താ കാര്യം സാർ? നോ നോ, ജസ്റ്റ് 2 days. അതിനുള്ളിൽ എല്ലാ ഇന്ത്യൻ ബാസ്റ്റേഡ്സിനെയും ഞാൻ തീർക്കും. നീലമ്പൂർ കോവിലകത്തെ ഏട്ടൻ ഉണ്ണിരാജയ്ക്ക് വിവരം കൊടുക്കണം. ഓക്കെ? അവരും പേടിച്ചിരിക്കുകയാണ് സാർ. നിലമ്പൂരും പൂക്കോട്ടൂരും ഉടനെ മിലിറ്ററി ഇറങ്ങും. യു ഡോണ്ട് വെറി. സാർ, എന്നാ ഞാനങ്ങോട്ട്. ഇന്ത്യൻ ഫൂൾ മായൻകുട്ടി നാരായണ മേനോൻ തക്ബീർ വിളിച്ച് വന്നിരിക്കുന്നു. ബ്ലാഡി ഇന്ത്യൻ. ബ്ലാഡി ഫൂൾ. എനിക്കറിയാം ഒടുവിൽ നിങ്ങളൊക്കെ എന്റെ ഫുഡ് സ്റ്റോപ്പിലെത്തുമെന്ന്. ഏട്ടന്നമ്പുരാനൊരു അബദ്ധം പറ്റിയതാ. ഖിലാഫത്തുകാരും മാപ്പിളാരും ഇങ്ങനെ ഒരു കടുത്ത ചെയ്യുന്ന കരുതിയില്ല. വേണ്ട, കരുതണ്ട. ഇപ്പം മനസ്സിലായില്ലേ ബ്രിട്ടന്റെ വില? പണം എത്ര വേണമെങ്കിലും തരാമെത്രേ. ചിന്തിച്ച വീരെ, ബ്രിട്ടനെ നിങ്ങൾക്ക് കൂലിക്കെടുക്കാൻ പറ്റില്ല മിസ്റ്റർ തിരുമുൽപ്പാട്. ഇനിയിപ്പോ അതും ഇതും പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ തീരൂ. ഞാൻ വേണച്ച നിങ്ങളുടെ കാലം. നോ നോ, നിങ്ങളല്ല, മേസ്റ്റർ ഉണ്ണിരാജയാണ് കാല് പിടിക്കേണ്ടത്. ഈ കാര്യത്തില് ഏട്ടന്നമ്പുരാൻ ഇവിടെ വരാൻ മടിയുണ്ട്. മോമ അതോണ്ടാ വന്നത്. കുട്ടിക്കേശവനെ കാണാതായതോടെ ഏട്ടന്നമ്പുരാൻ ആകെ തളർന്നു പോയിരിക്കണു. എന്ത് പ്രായശ്ചിത്തത്തിനും ഞങ്ങൾ തയ്യാറാ. ഇവിടെ നിന്ന് നേരിട്ട് വന്ന് വേണ്ട സംഗതികൾ ചെയ്തു തരണം. കുട്ടിക്കേശവനെ എങ്ങനെയും തിരിച്ചു കിട്ടണം. അനയെ പിടിക്കലല്ല എന്റെ പണി. ബ്രിട്ടൻ എന്നെ അതിനല്ല ഇവിടെ കഴിച്ചത്. ഓക്കെ ഓക്കെ, ഏട്ടൻ ഉണ്ണിരാജയ്ക്ക് വേണ്ടി കാല് പിടിച്ചതല്ലേ. എല്ലാത്തിനും തീർപ്പുണ്ടാക്കാം. പോയിക്കോ. വളരെ നന്ദിയുണ്ട്. മിസ്റ്റർ തിരുമുൽപ്പാട്, നിങ്ങളുടെ ഏട്ടൻ ഉണ്ണിരാജയോട് പറയണം, ഏട്ടൻ ലോകം ഭരിക്കുന്നത് ഫൂളിഷ്നെസ് കൊണ്ടല്ല, ബ്രൈൻ കൊണ്ടാണ്. മിസ്റ്റർ ഏട്ടനുണ്ണി, നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ നോക്കുമെന്ന്. എന്നിട്ടുണ്ടായി. പറയൂ. അവരുടെ കയ്യിൽ കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആന പോയി അല്ലേ? ഇവരുടെ ആൾക്കാർ തന്നെയാ സാറേ അവരും. പാലൂട്ടിയ കൈക്ക് തന്നെ അവർ പൊട്ടി. യെസ്, ഐ നോ. വെറുതെ കൂലി വാങ്ങുന്നവരല്ല ബ്രിട്ടൻ. കപ്പം തരുന്നതിന് പകരം പ്രൊഡക്ഷൻ ഫോർ ആൾ. നിങ്ങൾ വേണ്ടത് പറഞ്ഞു. നഷ്ടം നിങ്ങൾക്ക്, ലാഭം അവർക്ക്. The whole right is created by bloody Indian Musliman. You know? നിങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന പറങ്കികളെ കൈനീട്ടി സ്വീകരിച്ച മണ്ണായി. അരിയിൽ ഹരിശ്രീ കുറിക്കുന്നതിനൊപ്പം സാഹോദര്യവും സഹജീവി സ്നേഹവും കാതിലോതെത്തുന്ന ആർഷ സംസ്കാരം ജനിച്ച മണ്ണായത്. കാണുന്നതെല്ലാം വെട്ടിപ്പിടിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവില്ല സായിപ്പേ. അതിഥി ദേവോ ഭവ. വരുന്നവൻ മുസ്ലിമോ നസ്രാണിയോ പരദേശിയോ ആരുമാവട്ടെ, മുന്നിലുള്ളവനിൽ ഈശ്വര ചൈതന്യം ദർശിക്കാനാ പഠിച്ചത്.
അതുകൊണ്ടാ നിങ്ങൾ പോലും എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. ഓ, ഇപ്പോഴും നിങ്ങൾക്ക് കൂറ് അവരോടാണല്ലേ? നമ്മൾ ഇതിലൊന്നും ഇടപെടണ്ട സാറേ. ഇന്നല്ലെങ്കിൽ നാളെ മാപ്പിള ലഹളക്കാര് വീണ്ടും ഇവിടെ കയറി നിരങ്ങും. ആ, അന്ന് പഠിച്ചോളും. അങ്ങനെ പറയരുത്. ഏട്ടനൊരു തെറ്റ് പറ്റിയതാ. എന്ത് പ്രായച്ചിത്തം വേണേലും ചെയ്യാം. കുട്ട, ഏട്ടനൊന്നും പറയരുത്. അതിർത്തി കാക്കാൻ എത്ര പേരെ വേണമെങ്കിലും തരുമായിരുന്നില്ല ഇവര്. ആ നിലവറയ്ക്കകത്ത് മാപ്പിളമാര് കയറിയിരുന്നെങ്കിലേ ഞങ്ങളുടെ ഗതി എന്താവുമായിരുന്നു? ഇന്നൊരൊറ്റ ഒരാളെ ജീവനോടെ കിട്ടുമായിരുന്നു. നിങ്ങൾ അത് പറഞ്ഞു, പക്ഷേ ഏട്ടനുണ്ണി അത് മനസ്സിലാക്കുന്നില്ല. യു ആർ കറക്റ്റ്. ആ നിലവറയ്ക്കകത്ത് കിടന്ന 3 നാഴിക നേരം മരണത്തെ മുഖാമുഖം കണ്ട കിടന്നത്. കത്തുന്ന പന്തങ്ങള് ഇപ്പോഴും കൺമുമ്പിൽ നിന്ന് മാറിയിട്ടില്ല. ഏട്ടന് നഷ്ടപ്പെടാനൊന്നുമില്ല. മക്കളും കുട്ടികളൊന്നും ഇല്ലല്ലോ. എന്റെ ജീവൻ പോയാ എന്റെ മക്കൾ അനാഥരാവുക. സ്ഥാനപതി ക്ഷമിക്കണം. ഏട്ടന് വേണ്ടി ഞാൻ മാപ്പ് പറയാം. ഞങ്ങൾക്ക് ഇനി ഈ അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ മിസ്റ്റർ കൂട്ടൻ, നിങ്ങൾ പീഡിച്ചത് കൈയാണെങ്കിലും അത് കാലിന് സമമാണ്. കാലി പീഡിച്ചവരെ ഞങ്ങൾ ചവിട്ടില്ല. ഇനി ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ ആനയെ ഉടനെ ഞങ്ങൾ കണ്ടുപീഡിക്കും. ബ്ലാഡി ഖിലാഫത്തുകളെ ഇല്ലാതാക്കും. ഇനി മുതൽ നിലമ്പൂർ കോവിലകത്തിനു വേണ്ടി ഡിസ്കഷന് നിങ്ങൾ വന്നാൽ മതി. ഏട്ടൻ വേണ്ട. ഓക്കെ. ഏട്ടനുണ്ണി, നിങ്ങളുടെ ആന ഈ ഏരിയയിൽ ഇല്ല. ഞങ്ങൾ പരസ്യമായും രഹസ്യമായും വിവരങ്ങൾ അന്വേഷിച്ചു. ലഹളക്കാരെ പലരെയും കണ്ട് ചോദിച്ചു. അവർ തന്നെയാണ് നിങ്ങളുടെ ആനയെയും കൊണ്ടുപോയത്. ബട്ട് സ്റ്റിൽ ആന അവരുടെ കയ്യിലില്ല. പിന്നെ ഏതോ ഒരു കന്നാലിച്ചക്കൻ ഫുഡ് കൊടുത്ത് ആനയെ കൊണ്ടുപോയെന്ന്. പിന്നെ ഇതുവരെ ആനയെ കണ്ടിട്ടില്ല. ഏറ്റ കാര്യം നടന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ വിവരം അറിയും. അതിനാണ് വന്നത്. ഇനി വേറെ സഹായങ്ങൾ വേണ്ടപ്പോൾ നിങ്ങൾ പറയണം. എവിടെ കുട്ടൻ തമ്പുരാൻ? കുട്ടൻ തമ്പുരാൻ അകത്തുണ്ട്. അയാളോട് പറയണം ഞങ്ങൾ വന്നിരുന്നു. സായിപ്പേ, നിൽക്കുക. ഇനി നിങ്ങൾ പോയി ആനയെ അന്വേഷിക്കണമെന്നില്ല. ആനയെ തിരിച്ചു കിട്ടി. What nonsense you are talking? അതെ, നിങ്ങൾക്കിത് നോൺസെൻസ് ആയി തോന്നും. വെള്ളപ്പട മുഴുവൻ അരിച്ചു പറക്കിയിട്ടും കിട്ടാത്തതല്ലേ? നോ, ഒരിക്കലും കിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ദേ അങ്ങോട്ട് നോക്കാം. എന്താ സായിപ്പേ, ഇപ്പൊ വിശ്വാസമായോ? ഇതെങ്ങനെ പറ്റി? നമ്മുടെ പുഷ്പറ്റുവെന്നോ? അതാണ് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ശക്തി. ആ ശക്തി ആൾബലത്തിലല്ല, മനസ്സിലാണ്. മനോബലം, തപോബലം. അതെന്താണെന്ന് സാഹിബിന് മനസ്സിലാവില്ല. ചെല്ല്. ചിറ്റ്.